ഹലോ എവ്രി വൺ, സമ്മർ സ്റ്റാർട്ടായി. അപ്പോൾ ദാ 1 കിലോ ചുവന്ന മുളക്, 1 കിലോ മല്ലി മേടിച്ചിട്ടുണ്ട്. നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൃത്തിയിൽ കഴുകി ഇതാ വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി, 3-ാമത്തെ ദിവസമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പാലക്കാടൻ മട്ട റൈസും ഉണ്ടായിരുന്നു, ഒരു 5 kg. അതും പൊടിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് കഴുകി ഇതാ വെള്ളം വാലാൻ വെച്ചു. എന്നിട്ട് ഇതപ്പോൾ ഒരു പാത്രത്തിലാക്കി നമ്മുടെ മല്ലിയും മുളകും ബാഗിലും ആക്കി അങ്ങനെ പൊടിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് ഒരു വർഷത്തിന് നമുക്ക് ധാരാളം മതിയാവും. എനിക്ക് ധാരാളം മതി. ഒരു 1 kg മല്ലിയും 1 kg മുളക് പൊടി അങ്ങനെ ഇതാ പൊടിച്ച് കൊണ്ടുവന്നു. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മുളകും മല്ലിപ്പൊടിയും പിന്നെ അരിപ്പൊടിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചുവന്ന അരിയാണിത്. ഇപ്പോൾ ചുവന്ന അരിപ്പൊടി കൊണ്ട് ഞാൻ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ 4 സ്പൂൺ 4 ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തു. ചൂടുവെള്ളം എന്താ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. ഞാൻ 4 കൈ വലിയ തവിയിലാണ് എടുത്തത്. പക്ഷെ ഇത് നല്ല ഒരു പൊലിമയുണ്ടല്ലോ, ചുവന്ന അരിയല്ലേ, നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മാവ് അങ്ങനെ റെഡിയായി. ചൂടുവെള്ളത്തിലാണ് കുഴച്ചത്. ഞാൻ അതിന് ഫില്ലിങ്ങിന് നാളികേരവും ശർക്കരയുമാണ് അകത്ത് വെക്കുന്നത്. അതും വെച്ച് അപ്പോൾ ഒരു സ്വീറ്റ് കൊഴുക്കട്ടയും ഉണ്ടാക്കാം, പിന്നെ എരിവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്വീറ്റ് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് അതപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെഡ് റൈസ് വെച്ചിട്ട്, പാലക്കാടൻ മട്ട റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയ കൊഴുക്കട്ടയാണ്. നല്ല സോഫ്റ്റുമാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചല്ലോ. ഇനിയിപ്പോൾ എരിവ് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു, ഉഴുന്ന് പരിപ്പിട്ടു, പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും വഴറ്റി കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പും ഇട്ടു. ഇതിൽ മാവിൽ ഓൾറെഡി ഉപ്പുണ്ട്. എനിക്ക് ബാക്കി മാവ് നമ്മൾ സ്വീറ്റിന് കുഴച്ചതിന് ശേഷം ബാക്കി മാവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ വഴറ്റുന്ന സമയത്ത് നാളികേരവും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി, ഞാൻ മറന്നുപോയി. നാളികേരവും ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഉപ്പ് കൊഴുക്കട്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഇപ്പോൾ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതും ഞാൻ നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് വെച്ച് തന്നെ അത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉപ്പ് കൊഴുക്കട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൗഡർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സ്വീറ്റ് കൊഴുക്കട്ടയും ചെയ്തു, ഇങ്ങനെ ഉപ്പ് കൊഴുക്കട്ടയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അരിപ്പൊടിയും പൊടിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കൊഴുക്കട്ടയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് വെച്ചിട്ടുള്ള കൊഴുക്കട്ട നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. Thank you for watching my YouTube channel.